എമ്പുരാൻ എത്തുന്നതിൽ പ്രേക്ഷകർ എത്രത്തോളം ആകാംക്ഷയിലാണ്, അവർ കാത്തിരിക്കുന്നുണ്ടോ, പല പ്രേക്ഷകർക്കും ടിക്കറ്റൊക്കെ കിട്ടിയോ? ഞങ്ങളൊന്ന് പൊതുജനങ്ങളോട് ചോദിച്ചു, അവരുടെ പ്രതികരണം ഒന്ന് കാണാം. ഈഗർലി വെയിറ്റിംഗ് ആണ് ഒരു സിനിമ കാണാൻ വേണ്ടി. പിന്നെ മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് അടുത്തിടെ നമ്മൾ ഒരു വർഷമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി. പോകണമെന്നുണ്ട്, പക്ഷേ ടിക്കറ്റ് കിട്ടാനില്ല. ലൂസിഫർ ഫസ്റ്റ് ഇറങ്ങിയപ്പം നമ്മൾ ഒരുപാട് വെയിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എമ്പുരാൻ തന്നെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് മൊത്തം ക്രാഷ് ആയിട്ട് നിൽക്കുകയാണ്. സൈറ്റ് ആണെങ്കിൽ ലോഡ് ആവുന്നില്ല. വെയിറ്റിംഗ് ആണ്. തകർക്കും. അല്ലാതെ മോഹൻലാലല്ലേ, അടിപൊളിയായിരിക്കും. മോഹൻലാൽ ഫാൻസ് അല്ലേ, നല്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജ് മോഹൻലാൽ ഒക്കെ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ നല്ല പരിപാടിയായിരിക്കും. ലൂസിഫറിൻ്റെ സെക്കൻഡ് ഭാഗമൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടം നല്ല പ്രതീക്ഷയുണ്ട്, വിജയിച്ചാൽ മതിയായിരുന്നു. ടൈലർ കുഴപ്പമില്ല, നല്ലതാ. ലാലേട്ടൻ മലയിലൊക്കെ പോയത് കൊണ്ട് ചിലപ്പോൾ ഹിറ്റ് ആവുമായിരിക്കും. സിനിമ മോഹൻലാലിൻ്റെ ഫാനാണ്, റിലീസ് ആകുമ്പോൾ പോകണമെന്നുണ്ട് കാണാൻ. നോക്കൂ, ഇതാണ് പ്രേക്ഷക പ്രതികരണം തന്നെ കണ്ടത്. എല്ലാവരും ആവേശത്തിലാണ് ഈ സിനിമ എത്തുമ്പോൾ. പല പ്രേക്ഷകരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്ന്. തീർച്ചയായും അല്ല. നമ്മളിത് ഒരു വാർത്തയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു പോയിരിക്കുകയാണ്. അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതൊരു വലിയ വാർത്ത തന്നെയല്ലേ? ആലോചിച്ച് നോക്കൂ. അതായത് 24 മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോയിൽ 6 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു പോവുക എന്ന് പറയുന്ന, വിറ്റു പോവുക എന്ന് പറയുന്നത് ചിലപ്പോൾ മാത്രം അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഈ സിനിമയുടെ അവസാന ഘട്ടത്തിൽ നേരിട്ട ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അതെല്ലാം മറികടന്ന് ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകമായി തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് എമ്പുരാൻ എത്താൻ പോകുന്നത്. കാലങ്ങൾക്ക് മുൻപേ തന്നെ ചർച്ചയിൽ വന്നു കഴിഞ്ഞൊരു സിനിമയാണിത്. പ്രത്യേകിച്ച് നടനായിട്ടുള്ള പൃഥ്വിരാജിന്റെ തന്നെ സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമ. അദ്ദേഹത്തിന്റെ ലൂസിഫർ എന്ന സിനിമ വലിയ വിജയമായി മാറിയത് എല്ലാവരും കണ്ടതാണ്. എത്രയോ മലയാളികൾ അത് തിയേറ്ററിൽ പോയി തന്നെ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു രണ്ടാം ഭാഗം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് അത്രയേറെ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എമ്പുരാനെ കുറിച്ച് ഒരു വിശേഷമായി തന്നെ എടുത്തു പറയുന്നത്. മാത്രമല്ല ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ചർച്ച അത് വലുതാണ്.